ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് മലയാളി മങ്ക മേക്ക് ഓവറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. വളയുണ്ട്, മസ്കാരയുണ്ട്, ലിപ്സ്റ്റിക്കുണ്ട്, താലമുണ്ട്. ആദ്യം തന്നെ മോളെ ഇതിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് ഇട്ട് ഇരുത്തിയിരിക്കുകയാണ്. ബ്ലൗസ് ഇട്ടതിന് ശേഷം നമ്മൾ തലമുടി സെറ്റ് ചെയ്യണം. തലമുടി സെറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ എണ്ണ തേച്ചാണ് കുളിപ്പിച്ചിരിക്കുന്നത്. അപ്പം നല്ലോണം മുടി ഒതുങ്ങി നമുക്ക് കിട്ടുന്നതാണ്. ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് കുറച്ച് തോനെ മുടിയെടുത്ത് ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് പിടിച്ച് ബണ്ണിടുക. ബണ്ണിട്ട് നല്ല രീതിയിൽ മുറുക്കി കെട്ടുക. മുടി നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കണം. അങ്ങനെ കെട്ടിയതിന് ശേഷം അത് ഒരു ബ്ലാക്ക് കളറുള്ള വലിയ സൈസ് ബണ്ണുണ്ടല്ലോ, ആ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ആ ബണ്ണ് തലമുടിയിലൂടെ അകത്ത് വെച്ചിട്ട് ആ തലമുടി ആ ബണ്ണിനകത്തൂടെ എടുത്ത് അതെല്ലാം കൂടെ ആ തലമുടി ബണ്ണിനകത്തൂടെ ഇട്ട് ഒരു സൈഡിലോട്ട് ചീകി ഒതുക്കിയതിന് ശേഷം അതിന് മുകളിലോട്ട് റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട്. റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ബാക്കി കിടക്കുന്ന മുടികളെല്ലാം ക്ലിപ്പ് ഉപയോഗിച്ച് ടിക്ടാക്ക് ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ച് സൈഡിൽ കിടക്കുന്ന എല്ലാ മുടികളും സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മുടി പോലും താഴോട്ട് വീഴാതെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് സൈഡിൽ കിടക്കുന്ന എല്ലാ മുടികളും. പിന്നെ ബാക്കി ബാലൻസ് വന്ന മുടിയും പുറകിലോട്ട് പിടിച്ച് വാരി ഇതുപോലെ ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മുടി പോലും കിടക്കാതെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വളയിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കൈയിലും മിക്സഡായിട്ടാണ് വളയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡാർക്ക് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡാർക്ക് ഗ്രീനും ഗോൾഡ് കളർ ഷെയ്ഡ് വരുന്ന വളകളാണ് മിക്സ് ചെയ്ത് രണ്ട് കൈയിലോട്ടുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിമിക്കിയുടെ ഒരു കമ്മലാണ്. ജിമിക്കി കമ്മലാണ് ഇതിനായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ജിമിക്കി കമ്മൽ ഇട്ട് കൊടുക്കുന്നു. ജിമിക്കി കമ്മലിൻ്റെ കൂടെ തന്നെ കാതിലോട്ട് ഞാലം പോലെ കിടക്കാൻ വേണ്ടിയിട്ട് മുത്ത് ഉണ്ടല്ലോ, അതുപോലുള്ളത് ഈ ചെയിൻ പോലെ കമ്മലിൻ്റെ ആണിയുടെ ബാക്ക് സൈഡിലൂടെ കൊരുത്ത് തലമുടിയിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. തലമുടിയിൽ അതിൻ്റെ കൊളുത്തുണ്ട്, അത് തലമുടിയിലോട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു ക്ലിപ്പ് കൂടെ ഞാൻ യൂസ് ചെയ്തായിരുന്നു. ക്ലിപ്പ് തന്നെ യൂസ് ചെയ്തായിരുന്നു, സ്ലൈഡ്. അതും കൂടെ കുത്തി കൊടുക്കുക. അപ്പോൾ അത് അഴിഞ്ഞൊന്നും വീഴില്ല. കമ്മലിലൂടെ അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ മേക്കപ്പ് തുടങ്ങിയാണ്. മേക്കപ്പിനായിട്ട് ഞാനിവിടെ ലാക്മേയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത്, ഫൗണ്ടേഷൻ പൗഡർ. അത് നല്ല രീതിയിൽ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു. മുഖത്തും കഴുത്തിലും കഴുത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാക്മേയുടെ ഐക്കോണിക് ഉണ്ട്, ലാക്മ കാജൽ ഐക്കോണിക്, അതാണ് എടുത്തത്. അതാകുമ്പോൾ വാട്ടർ പ്രൂഫാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പടരുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. നല്ല രീതിയിൽ തന്നെ അത് ഫിറ്റായിട്ട് ഇരുന്നോളും. അതിന് വേണ്ടിയിട്ട് കാജലിൻ്റെ ഐക്കോണിക് നല്ല രീതിയിൽ തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ താഴെയായിട്ട് ഇച്ചിരി വാലിട്ടിട്ട് വാലിന് എനിക്കൊരു ഇച്ചിരി കൂടെ വാല് വേണമെന്ന് തോന്നിയിരുന്നു. അതിനുകൊണ്ട് ഞാനൊരു ഐലൈനറും കൂടെ എടുത്ത് വാലിടാൻ വേണ്ടി മാത്രമാണ് ഐലൈനർ യൂസ് ചെയ്തത്. ബാക്കിയെല്ലാം ഇത് ഐക്കോണിക്ക് നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റിയായിരുന്നു. പിന്നെ യൂസ് ചെയ്തത് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് കൺപീലിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മസ്കാര യൂസ് ചെയ്തത്. ചെറുതായിട്ടൊന്ന് മസ്കാരയും കൂടി ഇട്ട് കൊടുത്തു. പിന്നീട് ലൈറ്റ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പിൻ്റെ ബോക്സ് എടുത്ത് അതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐഷാഡോയാണ് കണ്ണിൻ്റെ മേളിലും ചെറുതായിട്ട് കവിളിൻ്റെ സൈഡിലൊക്കെ രണ്ട് സൈഡിലും ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ മുകളിലും കവിളയിലൂടെ ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിങ്ക് ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കിന്. അങ്ങനെ ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്ത് പൊട്ടിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നെറ്റിച്ചൂട്ടി സെറ്റ് ചെയ്ത് കൊടുത്തു. നെറ്റിച്ചൂട്ടി പോവാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ക്ലിപ്പ് ഞാൻ കുത്തി കൊടുത്തായിരുന്നു, കാരണം കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇരിക്കാൻ. പിന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ ചുറ്റ്, അത് കറക്റ്റ് ആ സർക്കിളിൽ തന്നെ നമ്മൾ ചുറ്റി എടുക്കണം. മുല്ലപ്പൂ മാല അതും ക്ലിപ്പ് കുത്തി ഞാൻ കൊടുത്തു. രണ്ട് മുഴത്തിനകത്തേ ആയുള്ളൂ. അതിനുശേഷം പിന്നെ മുണ്ടാണെങ്കിൽ കസവ് ഫ്രണ്ട് കാണത്തക്ക രീതിയിൽ മുണ്ട് മടക്കി പിന്ന് കുത്തി. ഞാൻ നല്ല രീതിയിലാണ് പിന്ന് കുത്തിയത്, കാരണം താഴോട്ട് അഴിഞ്ഞു വീഴാതിരിക്കുക. ഒത്തിരി രീതിയിൽ പിന്ന് കുത്തിയായിരുന്നു. ബ്ലൗസിനകത്തും സൈഡിലും എല്ലാം പിന്ന് കുത്തിയായിരുന്നു, ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും എല്ലാം. നമ്മൾ കറക്റ്റ് പ്ലീറ്റ് എടുത്തിട്ട് താഴെയും മുകളിലും എല്ലാം പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്ന് കുത്തി കൊടുത്തെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കത്തുള്ളൂ. അതിനുശേഷം മുണ്ടിൻ്റെ നേരിയതെടുത്ത് അതും ഇച്ചിരി കുട്ടിക്ക് നീളം കുറവായതുകൊണ്ട് തന്നെ രണ്ടായിട്ട് മടക്കി നല്ല രീതിയിൽ പിന്നൊക്കെ കുത്തി. കസവ് ഫ്രണ്ടിൽ കാണണമല്ലോ, ഫ്രണ്ടിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്ലീറ്റ് എടുത്ത് ആ കസവിൻ്റെ അത് ഫ്രണ്ടിലോട്ട് വെച്ച് അകത്തോട്ട് മടക്കി സെൻറ്ററിലോട്ട് ബ്ലൗസിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട്
പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്ക് സൈഡിലും ഇതുപോലെ പിന്ന് കുത്തി കൊടുത്തു. ഫ്രണ്ട് സൈഡിൽ താഴോട്ട് വരെ പിടിച്ച് ഇടയ്ക്കെല്ലാം പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, നല്ലോണം ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഒതുങ്ങി ഇരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. എന്നിട്ട് ബാക്കി പിന്നെ മാല നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. ആദ്യം വലിയ മാലയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ലെവലിൽ തന്നെ സെറ്റ് ചെയ്യണം, അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി കാണത്തില്ല. അതുകൊണ്ട് വലിയ മാല ആദ്യം ഇട്ട് കൊടുക്കുക, പിന്നെ ചെറിയ ചെറിയ മാല ഇട്ട് കൊടുക്കുക. അവസാനം ചോക്കർ, കഴുത്തിനോട് പറ്റി കിടക്കുന്ന ചോക്കർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ഭംഗിയായിരിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കാം. പിന്നെ മൂക്കൂത്തി നല്ല ഭംഗിയായിരിക്കും. മൂക്കൂത്തി ഇട്ട് കൊടുക്കുക. മൂക്കൂത്തി ഇട്ട് കൊടുത്തിട്ടൊരു ചെറിയൊരു മഞ്ഞക്കുറിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ, നെറ്റിയിൽ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ആദ്യം മറന്നുപോയി, പിന്നീടാണ് മഞ്ഞക്കുറി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുറിയും കൂടി ഇട്ട് കൊടുക്കുക നെറ്റിയിൽ. ലാസ്റ്റ് ഒരു ഉദ്യാനത്തിനായിട്ട് ഞാനിവിടെ ഒരു മാല തന്നെ ആയിരുന്നു എടുത്തിരുന്നത്. മാല തന്നെ ഒതുക്കിയപ്പം അരപ്പട്ട പോലെ നല്ല ഭംഗിയായിട്ട്, അപ്പോൾ സാരി നല്ലോണം ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അരപ്പട്ട പോലെ അതുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉദ്യാനം കൂടെ സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് നോക്കാം. ഇനിയും നിങ്ങൾക്ക് ഓണത്തിന് കുട്ടികളെയൊക്കെ ഇതുപോലെ ഒരുക്കാവുന്നതാണ്. അതുപോലെ സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴും ഒരുക്കാം, നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇത് ഗുഡ് മോഡെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.